കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ്, ജമാഅത്തെ ഇസ്ലാമി, കോൺഗ്രസ് എന്നിവർ ചേർന്ന് ഉണ്ടാക്കിയ ഒരാരോപണമാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും BJPയും തമ്മിൽ ഡീലുണ്ട് എന്ന്. അതിനവർ ഉദാഹരണമായി പറഞ്ഞത് PM ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പാക്കാൻ ശ്രമിച്ചതാണ്. PM ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പാക്കിയിരുന്നെങ്കിൽ 1000 കോടിയോളം രൂപ കേരളത്തിന് ലഭിക്കുമായിരുന്നു. PM ശ്രീ നടപ്പാക്കിയാൽ മാത്രമേ ഈ തുക കേരളത്തിന് ലഭിക്കുകയുള്ളൂ. പക്ഷേ സംഘപരിവാറിന്റെ അജണ്ട പാഠപുസ്തകങ്ങളിൽ കുത്തിത്തിരുകാതെ PM ശ്രീ നടപ്പാക്കും എന്നാണ് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന V ശിവൻകുട്ടി പറഞ്ഞത്. സംഘപരിവാറിന്റെ അജണ്ട കുത്തിത്തിരുകിയ പാഠപുസ്തകങ്ങൾ ഇറക്കില്ല, മറിച്ച് കുട്ടികൾക്ക് ഉച്ചഭക്ഷണം കൊടുക്കാൻ, അധ്യാപകർക്ക് ശമ്പളം കൊടുക്കാൻ PM ശ്രീ പദ്ധതി നടപ്പാക്കും. ഇതായിരുന്നു വിദ്യാഭ്യാസ മന്ത്രിയുടെ നിലപാട്, മുഖ്യമന്ത്രിയുടെ നിലപാട്. അതിനെതിരെ ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള സംഘടനകൾ രംഗത്ത് വന്നു. CPI അതിനെ കർശനമായി എതിർത്തു. എന്തായാലും PM ശ്രീ പദ്ധതി നടപ്പായില്ല. PM ശ്രീ പദ്ധതിയുടെ പേരിൽ പിണറായിയെ തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് വല്ലാതെ ക്രൂശിച്ചു മുസ്ലിം ലീഗും കോൺഗ്രസും ഒക്കെ. ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള സംഘടനകൾ അവരുടെ ഈ തന്ത്രത്തിൽ വീണുപോയി. SDPI അടക്കമുള്ള സംഘടനകൾ അവരുടെ ഈ തന്ത്രത്തിൽ വീണുപോയി. ഇപ്പോഴത്തെ സതീശൻ സർക്കാർ PM ശ്രീ നടപ്പിലാക്കാൻ പോകുന്നു. ഈ സർക്കാർ അധികാരത്തിൽ വന്നാൽ PM ശ്രീ പദ്ധതി വലിച്ച് ചവറ്റുകുട്ടയിലേക്ക് എറിയുമെന്ന് പറഞ്ഞത് KM ഷാജിയാണ്, ഇപ്പോഴത്തെ മന്ത്രി KM ഷാജി. PK കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞു PM ശ്രീ പദ്ധതി നടപ്പാക്കാൻ തങ്ങൾ സമ്മതിക്കില്ല. സതീശനും പറഞ്ഞുകൊണ്ട് നടന്നു PM ശ്രീ പദ്ധതി CPM BJP ഡീലിന്റെ ഭാഗമാണ്. ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി ഷംസുദ്ദീൻ മാധ്യമപ്രവർത്തകരോട് പറയുന്നത് PM ശ്രീ പദ്ധതിയെ പറ്റി പഠിക്കട്ടെ, ആലോചിക്കട്ടെ, UDF മറുപടി പറയും, വിവരങ്ങൾ ആരാഞ്ഞിട്ടുണ്ട് പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി. ചുരുക്കത്തിൽ PM ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പാകും. അപ്പോൾ ആരെയാണ് പൊട്ടൻ കളിപ്പിക്കുന്നത്? ജമാഅത്തെ ഇസ്ലാമി തീവ്രമായി എതിർത്ത ഒരു പദ്ധതിയാണ് PM ശ്രീ പദ്ധതി. ഈ പദ്ധതിയുടെ പേരിൽ പിണറായി സർക്കാർ കേട്ട ആക്ഷേപങ്ങൾ ഒരുപാട് കൂടുതലാണ്. ബിനോയ് വിശ്വം, CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കർശനമായി ഈ പദ്ധതിയെ എതിർക്കുകയും LDF സർക്കാർ പദ്ധതി പാതി വഴിയിൽ ഉപേക്ഷിക്കുകയും ചെയ്തു. ഈ പദ്ധതിയുടെ പേരിൽ CPM BJP ഡീൽ ഉണ്ട് എന്ന് പറഞ്ഞ് ഫലിപ്പിക്കാൻ, ജമാഅത്തെ ഇസ്ലാമി പോലുള്ള സംഘടനകളെ പറഞ്ഞു തെറ്റിദ്ധരിപ്പിക്കാൻ മുസ്ലിം ലീഗിനും കോൺഗ്രസിനും സാധിച്ചിടത്താണ് മുസ്ലിം വോട്ടുകളുടെ ഏകീകരണം ഉണ്ടായതും ഇടതു കോട്ടകൾ തകർന്ന് തരിപ്പണമായതും. ഇപ്പോൾ PM ശ്രീ പദ്ധതിയെ പറ്റി ചോദിച്ചപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീൻ പറയുന്നത് പഠിക്കട്ടെ, ആലോചിച്ച് തീരുമാനം എടുക്കും, പദ്ധതി നടപ്പിലാക്കാൻ. ചുരുക്കി പറഞ്ഞാൽ ഈ സർക്കാർ അധികാരത്തിൽ വന്നതിൽ പ്രധാനപ്പെട്ട ഘടകം ആയി മാറിയത് CPM BJP ഡീലിന്റെ പ്രചരണമാണ്. പിണറായിയും BJPയും തമ്മിൽ ഡീലുണ്ട്. യഥാർത്ഥത്തിൽ കഴിഞ്ഞ സർക്കാർ PM ശ്രീ പദ്ധതി നടപ്പിലാക്കാൻ ശ്രമിച്ചത് PM ശ്രീ പദ്ധതി വഴി കിട്ടുന്ന പണം കുട്ടികളുടെ ഉച്ചഭക്ഷണത്തിന്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ, സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഒക്കെ ഉപയോഗിക്കാം എന്ന മട്ടിലായിരുന്നു. പക്ഷേ അന്നേ V ശിവൻകുട്ടി പറഞ്ഞിരുന്നു സംഘപരിവാറിന്റെ അജണ്ട നടപ്പാക്കുന്ന പാഠപുസ്തകങ്ങൾ ഇറക്കില്ല സർക്കാരെന്ന്. പക്ഷേ വലിയ കോലാഹലം ഉണ്ടാക്കി കോൺഗ്രസും മുസ്ലിം ലീഗും. അവരുണ്ടാക്കിയ കോലാഹലത്തിൽ ജമാഅത്തെ ഇസ്ലാമി പോലുള്ള സംഘടനകളും വീണുപോയി. ഇത്തവണ ജമാഅത്തെ ഇസ്ലാമിയും SDPIയും ഒക്കെ കോൺഗ്രസിന് വോട്ട് ചെയ്തു.
പക്ഷേ കാലത്ത് വരും കാലത്ത് അവർ മനസ്സിലാക്കും കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും ഒക്കെ തനിനിറം. അവരെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു കോൺഗ്രസും ലീഗും ഒക്കെ ചേർന്ന്. വളരെ വിദഗ്ധമായി അവരെ തെറ്റിദ്ധരിപ്പിച്ചു. അങ്ങനെ PM ശ്രീ പദ്ധതി നടപ്പാക്കാൻ പോകുന്നു കേരളത്തിൽ. അപ്പോൾ പിണറായി സർക്കാരിനെ ക്രൂശിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു ഈ പ്രചരണം അഴിച്ചുവിട്ടത്? മതന്യൂനപക്ഷങ്ങളെ ആശങ്കപ്പെടുത്താനും മതന്യൂനപക്ഷങ്ങളുടെ വോട്ടുകൾ നേടാനും ഒക്കെയായിരുന്നു ഈ ആരോപണമെന്ന് ഇപ്പോൾ തെളിയുന്നു. വിദ്യാഭ്യാസ മന്ത്രി M ഷംസുദ്ദീൻ PM ശ്രീ പദ്ധതിയെപ്പറ്റി അഴകുഴമ്പൻ നയം സ്വീകരിക്കുമ്പോൾ PM ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പാകും എന്നത് ഉറപ്പായി.